അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന 7ാം ക്ലാസ്സിന്റെ താരീഖുൽ ഇസ്ലാമിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നോക്കാൻ പോകുന്നത് 100 മാർക്കിനാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സായപ്പോൾ വഫാത്തായി. മാതാവ്, പിതാവ്, പിതാമഹൻ. ആരാണ്? മാതാവാണ് വഫാത്തായത് അല്ലെ, ആമിന ബീവിയാണ് വഫാത്തായത്. രണ്ടാമത്തത്, നജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഹിന്ദ് ഉമ്മു ഹബീബ ജുവൈരിയ. ആരെയാണ്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഗസ്വത്തുകൾ, യുദ്ധങ്ങൾ 40, 47, 27. എത്രയാണ്? 27 ഗസ്വത്തുകൾ അഥവാ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. നാലാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം 23, 13, 11. ഏതാണ്? 23-നാണ് ഹിജ്റ. 23-നാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അഞ്ചാമത്തത്, സ്വഹാബികളിലെ ഒരു അനുഗ്രഹീത കവി ബിലാൽ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു. ആരാണ് കവി? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആറാമത്തത്, സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരൻ ഈസ അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവരെക്കാളും മികച്ചു നിൽക്കുന്നത് ആരായിരിക്കണം? നിബിത്തങ്ങളായിരിക്കണം. എല്ലാ വിഷയത്തിലും ആരാണ്? നിബിത്തങ്ങളാണ്. ഈ വിഷയത്തിലും ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും സുന്ദരൻ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. ഏഴാമത്തത്, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏക സ്വഹാബി ലെറ്റർ സി. ആരാണ്? സയ്യിദ് റളിയല്ലാഹു ആണ്. എട്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ലെറ്റർ ഡി. ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 9, ഹിജ്റ 35-ൽ ഭരണമേറ്റു ലെറ്റർ ഇ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 10, ശത്രുക്കൾ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. ആരെ? ലെറ്റർ ഇ എ. ഹുബൈബ് റളിയല്ലാഹു അൻഹു. 11, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ വിശ്വാസികൾ ഏറ്റവും ഈമാനുള്ള വ്യക്തി ആരാണ്? ലെറ്റർ ബി, അബൂബക്കർ റളിയല്ലാഹു അൻഹു. തേർഡ് ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12, ജിഹാദിന് കൽപ്പന കിട്ടിയ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യമതസ്ഥരുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു. 13, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. 14, ഖദീജ ബിയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. 15, മാ വല്ല സാഹിബുക്കും വമാ ഗവ. നിങ്ങൾ നബി വഴിപിഴക്കുകയോ തെറ്റുകാരനാവുകയോ ചെയ്തിട്ടില്ല. അതിനർത്ഥാണ് പൂരിപ്പിക്കാനുള്ളത്. 16, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉത്ബത്ത് ഇബ്നു റബീഅ ചെരിപ്പ് കൊണ്ട് മുഖത്തടിച്ചു. 17, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹാലോചനക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നഫീസ ബിൻത് മുനബ്ബിഹിനെ നബി തങ്ങളുടെ അടുത്തേക്ക് അയച്ചു. ഇനി ഫോർത്ത് ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 18, ഇസ്ലാമിക യുദ്ധങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? സമാധാനം. ചോദ്യം 19, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം സുവിശേഷം അറിയിച്ച പ്രവാചകനാണ് നിങ്ങൾ. ഇത് പറഞ്ഞതാര്? വറഖത്ത് ഇബ്നു നൗഫൽ. ചോദ്യം 20, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊന്നവൻ ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. എന്താണ് പേര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ചോദ്യം 21, അല്ലാഹു തആല നബി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദി സൈനബ് ബിൻത് ജഹ്ഷ്. ചോദ്യം 22, ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകിയ വർഷം? ഹിജ്റ 2-ാം വർഷം. ചോദ്യം 23, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഏതാണ്? ഹിറാ ഗുഹ. ഫിഫ്ത്ത് ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 24, അസ്വാദിഖുൽ മസ്ദൂഖ് എന്ന പേര് ലഭിച്ചു
ആർക്ക്? എങ്ങനെ? ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെ ലഭിച്ചത്? സത്യം മാത്രം പറഞ്ഞതുകൊണ്ട്. 25-ാമത്തെ ചോദ്യം, ജിഹാദിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ രണ്ടെണ്ണം എഴുതുക. ഒന്ന്, ശത്രുക്കളെ പ്രതിരോധിക്കുക. രണ്ടാമത്തത് കുഴപ്പം ഇല്ലാതാക്കുക. വേറെയുമുണ്ട്, രണ്ടെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. 26-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു? ജീവകാരുണ്യം, വിധവാ സംരക്ഷണം, പ്രബോധനം സുഗമമാക്കൽ, രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ. ഇത്രയും കാര്യങ്ങൾക്കായിരുന്നു നബി തങ്ങൾ വിവാഹം ചെയ്തത്. ചോദ്യം 27, ഒരു വർഷം നീ ഞങ്ങളെ ദൈവത്തെ ആരാധിക്കുക. ആര് ആരോട് പറഞ്ഞു? ആരാ പറഞ്ഞത്? മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. അപ്പോഴാണ് ഇത് സൂറത്തിറങ്ങിയത്, കാഫിറുൻ സൂറത്തിറങ്ങിയത്. 28-ാമത്തെ ചോദ്യം, പ്രലോഭനവുമായി വന്ന ഉത്ബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി എന്ത്? സൂറത്തുൽ ഫുസ്സിലത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തു. ചോദ്യം 29, 4 ഖലീഫമാർ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത്? ഉത്തരം, 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ നീതിനിഷ്ഠമായ ഭരണം നടത്തിയതിനാലാണ് എന്ന പേര് ലഭിച്ചത്. അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേര് ലഭിച്ചത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആശയം എഴുതുക. നിങ്ങൾക്ക് നബി തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ട്. അതിന്റെ ആശയം എന്താണ്? ഭരണാധിപനും പ്രജക്കും, അധ്യാപകനും വിദ്യാർത്ഥിക്കും, പ്രബോധകനും പ്രബോധിതർക്കും, കൃഷിക്കാരനും കച്ചവടക്കാരനും, ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. ഇതാണ് അതിന്റെ ആശയം. ചോദ്യം 31, ഖുറൈശികൾ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. ഇനി 6th ആക്ടിവിറ്റി, രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 32-ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, സത്യം പറയുക, കുടുംബബന്ധം ചേർക്കുക, തിന്മകൾ വർജിക്കുക അവിടുന്ന് ആഹ്വാനം ചെയ്തു. ആദ്യം രഹസ്യമായി പ്രബോധനം നടത്തി, പിന്നീട് അത് പരസ്യമാക്കി. അതോടെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും നേരെ അക്രമങ്ങൾ അയച്ചുവിട്ടു. എന്നാൽ ഇതൊന്നും വിശ്വാസികളെ സത്യത്തിൽ നിന്ന് അകറ്റിയില്ല. 33-ാമത്തത്, സ്വഹാബികളുടെ പ്രവാചക സ്നേഹം, അതല്ലെങ്കിൽ ഇസ്ലാമിലെ ധർമ്മസമരം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇസ്ലാമിലെ ധർമ്മസമരത്തെ കുറിച്ചാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു തആലയുടെ കൽപ്പനയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും സ്വന്തം നാടും വീടും സമ്പത്ത് ഉപേക്ഷിച്ച് ത്യാഗങ്ങൾ സഹിച്ചാണ് ഹിജ്റ പോയത്. ഖുറൈശികൾ അവർ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് കൈയടക്കി. മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും സ്വസ്ഥത കൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ ഹിജ്റയുടെ 2-ാം വർഷം ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകി. അല്ലാഹു നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ പാത പിൻപറ്റാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.